നമസ്തേ. നിഗൂഢവും ഗുപ്തവുമായ നാഗസന്യാസിമാരുടെ പ്രവർത്തികളെക്കുറിച്ച് പല രീതിയിലുള്ള വാർത്തകൾ വന്നു. അഘോരികളും നാഗന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ? നാഗസന്യാസിമാർ അഗ്നി ആരാധകർ കൂടിയാണ്. അവർ ഏറ്റവും പവിത്രമായി കാണുന്ന ഒന്നാണ് അഗ്നി. രാവിലെയും വൈകിട്ടും അവർ അഗ്നി വിറക് കൂട്ടിയിട്ട് കത്തിച്ച് അതിൻ്റെ അരികത്തിരിക്കും. ധൂനി എന്നാണ് അവർ അതിനെ വിശേഷിപ്പിക്കുന്നത്. ഭിക്ഷയായി കിട്ടിയ ഭക്ഷണം അവർ അഗ്നിക്ക് നിവേദിച്ചതിന് ശേഷം മാത്രമാണ് അവർ ഭക്ഷിക്കുകയുള്ളൂ. ഉറങ്ങുന്നതും സന്ധ്യയ്ക്ക് ശേഷം സമയം ചെലവഴിക്കുന്നതുമെല്ലാം ഈ ധൂനിക്ക് അരികിലായിരിക്കും. അവർ ധ്യാനിക്കുന്നതും ഉറങ്ങുന്നതും എല്ലാം ഈ ധൂനിക്ക് അരികിൽ തന്നെ. ശ്രീരാമകൃഷ്ണന് അദ്വൈതം ഉപദേശിച്ച തോതാപുരി ഒരു നാഗ സന്യാസിയായിരുന്നു എന്നാണ് പറയുന്നത്. ഗുരുക്കന്മാരെ പേരെടുത്ത് വിളിച്ചിരുന്ന സമ്പ്രദായം ഭാരതത്തിൽ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ രാമകൃഷ്ണൻ അദ്ദേഹത്തെ ന്യാങ്ധ എന്നാണ് വിളിച്ചിരുന്നത്. നഗ്നൻ എന്നാണ് അതിൻ്റെ അർത്ഥം. നാഗ സന്യാസിമാർ നഗ്നരാണല്ലോ. ദക്ഷിണേശ്വരത്ത് താമസിച്ചിരുന്ന കാലത്ത് തോതാപുരി പഞ്ചവടിയിലെ വൃക്ഷത്തലത്തിലാണ് വസിച്ചിരുന്നത്. മഴയായാലും വെയിലായാലും രാത്രിയായാലും പകലായാലും എപ്പോഴും അദ്ദേഹത്തിന്റെ അടുത്ത് ഈ ധൂനി കത്തിയെരിഞ്ഞുകൊണ്ടേയിരിക്കും. ഭക്ഷണവും നിദ്രയുമെല്ലാം ഈ ധൂനിക്കരികിൽ തന്നെയാണ്. എല്ലാവരും ഉറങ്ങുമ്പോൾ രാത്രിയിൽ നിദ്ര സകല സമസ്ത ജീവജാലങ്ങളെയും തഴുകുമ്പോൾ തോതാപുരി മരം കൊച്ചുന്ന അതിശൈത്യത്തിൽ എഴുന്നേറ്റ ആ ധൂനിക്ക് അരികിൽ ധ്യാന നിമഗ്നനായി ഇരിക്കുമായിരുന്നു. നാഗസന്യാസിമാരെ പലപ്പോഴും ശ്മശാനത്തിന് അരികിൽ കാണുന്നതിന്റെ രഹസ്യം ഇത് തന്നെയാണ്. അഗ്നിയുമായി അവർക്ക് അത്തരമൊരു അടുപ്പമുണ്ട്. ധൂനി തമം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ പ്രക്രിയയ്ക്ക് ഏറ്റവും ഉയർന്ന സാധനാ തലത്തിലെത്തിയ നാഗസന്യാസിമാർക്കാണ് കഴിയുകയുള്ളൂ. ഒരു കുടത്തിൽ നിറയെ അഗ്നി ജ്വലിപ്പിച്ച് അത് ശിരസിൽ വെച്ച് അഗ്നിക്ക് നടുവിൽ ഇരുന്ന് ചെയ്യുന്ന സന്യാസിമാർ വരെ ഉണ്ട് എന്നാണ് പറയുന്നത്. ധൂനി തപസ്സിന് മുന്നേയായി തപസ്സിരിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അവർ ചാണകം മെഴുകി ശുദ്ധീകരിക്കും. ശേഷം സ്നാനത്തിന് അവർ പോകും. സ്നാനത്തിന് ശേഷം ദേഹം ആസകലം ഭസ്മം പൂശി ഈ അഗ്നിയുടെ നടുവിൽ അവർ തപസ്സിരിക്കും. തപസ്സിനായി സ്വീകരിക്കുന്ന ഏറ്റവും കഠിനമായ മാർഗങ്ങളിൽ ഒന്നാണ് പഞ്ചാഗ്നി മധ്യത്തിലെ തപസ് എന്നത്. നാഗസന്യാസിമാർ ഇത് സ്ഥിരമായി ചെയ്യാറുള്ളത് എന്നറിയുമ്പോൾ അവരുടെ സാധനാ തലത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതും ജ്വലിപ്പിച്ചു നിർത്തിയിരിക്കുന്ന അഗ്നിക്ക് നടുവിൽ മണിക്കൂറുകളോളം ഇരിക്കാൻ അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എന്നതോർക്കണം. അതിലും കഠിനമായ ഭീതിപ്പെടുത്തുന്ന ഒന്നാണ് കപാലങ്ങളിൽ അഗ്നി ജ്വലിപ്പിച്ചതിന് ശേഷം തപസ്സിരിക്കുന്നത്. നാഗസന്യാസിമാരുടെ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന നിഗൂഢമായ ഒന്നാണ് ഈ കപാല തപസ്. പണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇത് ചെയ്യുന്ന നാഗസന്യാസിമാരെ കണ്ടെത്താൻ പല സംഘങ്ങളും ഒളിച്ചു പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പലരും ഈ ക്രിയ തുടങ്ങുന്നത് കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ ബോധം പോയവരാണ് എന്നും പറയുന്നു. രാവിലെ അവരെ എഴുന്നേൽപ്പിച്ച് തിരികെ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്നതും ഇതേ സിദ്ധന്മാർ, ഇതേ സന്യാസിമാർ തന്നെയാണ്. നാഗസന്യാസിമാർ മഹാകുംഭമേളയിൽ സന്നിഹിതരാണ്. അഗ്നിയുടെ മുന്നിൽ ശിവന്റെ പ്രത്യക്ഷ രൂപങ്ങളായ ഈ ദിഗംബരന്മാർ മനുഷ്യ മനസ്സിന്റെ സങ്കല്പങ്ങൾക്കപ്പുറമുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു. ആരെയും കൂസാതെ, ആരെയും ഗൗനിക്കാതെ അവർ ആരെയും അനുഗമിക്കുന്നില്ല. ഭാരതീയർ അവരെയാണ് അനുഗമിക്കുന്നതും പിന്തുടരുന്നതും. എല്ലാം കഴിഞ്ഞ് അവർ മൂർത്തിയെ ഉണർത്താൻ എന്ന വണ്ണം ശംഖനാദം ഇങ്ങനെ പുറപ്പെടുവിക്കും. ആ മനോഹരമായ നാദത്തിന്റെ ഒടുവിൽ അവർ ആരോടും ഒന്നും പറയാതെ ഇങ്ങനെ നടന്നകലും. അഹം എന്നതിനെ ശിവമാക്കി മാറ്റി ഹിമാലയത്തിന്റെ മനുഷ്യ നയനങ്ങൾക്ക് എത്താൻ കഴിയാത്ത ഏതോ ഒരു കോണിലേക്ക്.